കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജയപ്രകാശ് അല്ലെന്നേ, അവന്റെ പെങ്ങളില്ലേ ആ ജയപ്രഭ. അവക്കിപ്പോ പ്രിയമോളെ ഇങ്ങോട്ട് വിടുന്നത് ഇഷ്ടവേ അല്ല. ഒന്ന് കാണാൻ പെറ്റ തള്ളയ്ക്ക് ആഗ്രഹം ഉണ്ടാവുന്ന വിചാരം പോലും അവർക്കില്ല. മമ്മി ഇതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോയി അവരെ കാണാം. ഇല്ല, ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എന്നെ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെപ്പിച്ചിട്ട് അതവര് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ആന്റി, അതൊന്നും സാരമില്ല. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകൂ. നിങ്ങളൊന്നകത്തേക്ക് വാ. ഡോ, താൻ പേടിക്കണ്ട. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ തന്റെ അച്ഛൻ വിളിച്ചേനെ. അതുമാത്രല്ല ഹിറ്റ്ലറെ, മമ്മി പറഞ്ഞു കേട്ടില്ലേ, പ്രിയമോൾക്കും ജയപ്രകാശിനും കഴിക്കാൻ ഭക്ഷണം വരെ മമ്മി ഉണ്ടാക്കി വെച്ചതാ. പക്ഷേ ഡോക്ടറുടെ അടുത്തുനിന്ന് അവർ നേരെ തിരിച്ചുപോയി. മമ്മി ഇപ്പോൾ ആകെ വിഷമത്തിലാ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിന്ന് ഇവിടെ നിൽക്കാം, എന്നിട്ട് നാളെ പോയാലോ? എന്നാലും എന്തിനായിരിക്കും അവരോടന്നെ തിരിച്ചു പോയത്? അതെ, തന്നോട് നേരത്തെ ഞാൻ പറയാതിരുന്ന അവര് പോയതിന് വേറൊരു കാരണമുണ്ട്. വേറെന്ത് കാരണം? ജയപ്രകാശിന്റെ ചേച്ചി ജയപ്രഭയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലാക്കി. ഡോക്ടറുടെ അടുത്തിരിക്കുമ്പോഴാ അവര് വിവരം അറിഞ്ഞത്. ഈശ്വരാ, അതുകൊണ്ടാ അവർ നേരെ അങ്ങ് പോയത്. ഇക്കാര്യം അറിഞ്ഞിട്ടാ ഇത്രയും നേരം മിണ്ടാതിരുന്നേ? സാവധാനം പറയാന്ന് കരുതി. ചേച്ചി ഏത് ഹോസ്പിറ്റലാ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോ? വേറെ പ്രശ്നമൊന്നുമില്ല, തൽക്കാലം ഒബ്സർവേഷനിലാണെന്ന് പറഞ്ഞു. അവരിനി ഇന്നിങ്ങോട്ട് വരില്ല. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഈ രാത്രി വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും. തൽക്കാലം ഹോസ്പിറ്റലിലെ കാര്യം നിന്റെ അമ്മയോട് പറയണ്ട. വാ. എടോ, താൻ ശരിക്കും അന്വേഷിച്ചോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി. അതുകൊണ്ടല്ല ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞത്. ആ വിഘ്നേഷിന്റെ കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാന്ന മട്ടില്ല അവന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. എന്തായാലും അവിടെ നിന്ന് പോന്നല്ലോ. ശരി, ഞാൻ നോക്കിക്കോളാം. എന്താ ഹിറ്റ്ലറെ, വല്ല വിവരം കിട്ടിയോ? ഇപ്പൊ അച്ഛനോടാണോ സംസാരിച്ചത്? അല്ല, കമ്മീഷണറാ. എന്താ പറഞ്ഞേ? അത് പിന്നെ അങ്കിളിന്റെ കൂട്ടുകാരനല്ലേ, ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുട്ടമ്പിള്ള ചേട്ടൻ. കുട്ടമ്പിള്ള ചേട്ടൻ എന്തു പറ്റി? അയാളിപ്പോ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? സന്ധ്യക്ക് എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് ഏതോ വണ്ടി തട്ടിയതാ. ആരോ എടുത്ത് ആശുപത്രിയിലാക്കി. ബോധം വന്നപ്പോ അയാൾ അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞു. അതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. അങ്കിൾ അയാളുടെ അടുത്തുണ്ട്, രാവിലെ എത്തും. ഉറപ്പാണല്ലോ അല്ലേ? താൻ പേടിക്കണ്ട, സത്യം തന്നെയാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ മോളിരിക്കെ, ഞാൻ വിളമ്പാം. ഒരു കാര്യം ചെയ്യും, ആന്റിയും കൂടി ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ആ പെണ്ണിനെ തിരിച്ചു പറഞ്ഞു വിടുന്നതിനെ കുറിച്ച് എന്തേലും തീരുമാനമായോ? ആ ഹരിപ്രിയയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. മമ്മി എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ആ ഹരിപ്രിയ അവിടെ നിൽക്കുന്നുണ്ട്, മമ്മിക്ക് എന്താ കുഴപ്പം? അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. ചക്കിന് വെച്ചത് അവസാനം കൊക്കിന് കൊണ്ടെന്ന് പറയരുത്. ഹിറ്റ്ലർ കഴിക്ക. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾക്ക് വിരോധം തോന്നരുത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ. പ്രിയമോൾക്ക് ഇപ്പൊ ഇരട്ട കുഞ്ഞുങ്ങളും ആവാൻ പോന്നു. അതിനു മുൻപേ കല്യാണം കഴിച്ചവരാ നിങ്ങള്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനുള്ള വലിയ ആഗ്രഹത്തിലാ പത്മാവതി അമ്മ. ആ ആഗ്രഹം നിങ്ങൾ ഉടനെ സാധിച്ചു കൊടുക്കണം. കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ ഗൗരവമായി ആലോചിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണണം.
എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നേരത്തെ നോക്കണം. ഇക്കാലത്ത് അതിനൊന്നും ഒരു വിഷമവും ഇല്ലല്ലോ. ഇക്കാര്യം ഇപ്പൊ തന്നെ സംസാരിക്കണം, പിന്നീട് സംസാരിച്ചാ പോരെ? ഹിറ്റ്ലറെ കഴിക്കുന്നില്ലേ? മമ്മി എന്തിനിപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യമാണോ? ആവശ്യമുള്ള കാര്യമല്ലേ. അതൊക്കെ ഇപ്പഴാണോ ചോദിക്കുന്നേ? ഇപ്പഴല്ലാതെ നിങ്ങളെ പിന്നെ എപ്പോഴാ ഒന്ന് കിട്ടുന്നേ? ഹിറ്റ്ലറെ, സോറി ഹിറ്റ്ലറെ, മമ്മി ഇങ്ങനെ ചാടിക്കറി ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹലോ. ആ പറഞ്ഞു. ബേട്ടി, അവിടെ ഇരിക്കെ. മോൾ ഉറങ്ങിയില്ലായിരുന്നല്ലേ? ഇല്ലമ്മേ. ഞാനേ മോളോടൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്താമ്മേ? DKക്കും ജ്യോതിക്കും ഒരു നല്ല ലൈഫ് ഉണ്ടാവണം. അതൊക്കെ ഞാനാണോ അമ്മേ തീരുമാനിക്കേണ്ടേ? ജ്യോതിയും DKയും തന്നെയല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടേ? അതല്ല മോളെ, നീ വിചാരിച്ച അവർക്കിടയിലുള്ള അകലം ഇല്ലാതാക്കാൻ പറ്റുമെന്ന എന്റെ ഒരു തോന്നല്. അമ്മേ, അതങ്ങനെ ഞാൻ വിചാരിച്ചാലൊന്നും പറ്റില്ല. അവരുടെ കാര്യം അവര് തന്നെ തീരുമാനിക്കണ്ടേ? അമ്മ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് പോകാത്തതില് അമ്മയ്ക്കും എന്നോട് ദേഷ്യമുണ്ടല്ലേ? ഇല്ലില്ല, എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. നീ ഇവിടെ എത്ര നാള് നിന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യം DKയുടെയും ജ്യോതിയുടെയും ജീവിതം. നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നാളെ അതിനൊരു കുഴപ്പവും സംഭവിക്കരുത്. മോളെ, ഒരുപാട് കഷ്ടപ്പാട് ജ്യോതി അനുഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷം. അതൊന്നും അവക്ക് വേണ്ടിയായിരുന്നില്ല. എല്ലാം ഈ വീടിനും ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. DKയോടും ജ്യോതിയോടും നീ തന്നെ ഇക്കാര്യം സംസാരിക്കണം. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇല്ലമ്മേ, ഞാൻ സംസാരിച്ചോളാം. അമ്മ പൊയ്ക്കോ. ഇവക്കിതെന്തു പറ്റി? ഞാൻ ഈ മുറിയിലേക്ക് വന്നത് ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ അവള് വാഷ്റൂമിലേക്ക് പോയത്? അമ്മേ, അമ്മ എന്താ പിണങ്ങിപ്പോവാ? നോ നെവർ. എനിക്കെന്ത് പിണക്കം? ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയപ്പോ അമ്മ കരുതി ഞാൻ അമ്മയെ ഒഴിവാക്കി പോയതാന്ന് അല്ലേ? അങ്ങനൊന്നും വിചാരിച്ചില്ല. അമ്മേ, അമ്മ വിഷമിക്കണ്ട. ഞാൻ ജ്യോതിയോട് സംസാരിക്കാം, DKയോടും സംസാരിക്കാം. പോരെ? ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. ഞാൻ ഒരുപാട് നാളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സമയം ജ്യോതിക്കും DKയ്ക്കും അവരുടെ ലൈഫിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവരുടെ ലൈഫിൽ ഞാൻ ഒരു തടസ്സവും ഉണ്ടാക്കില്ല അമ്മേ, ഒന്നിനും. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. താങ്ക് യു മോളെ. യുനോ, സുപ്രിയ മരിച്ചതിന് ശേഷം തകർന്നു നിന്ന എന്നെ മോനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവളാ. ഇപ്പൊ ഈ ലോകത്ത് അവള് കഴിഞ്ഞേ ഉള്ളൂ എന്റെ മോന് മറ്റെന്തു. പുറമേ ഇങ്ങനെ ദേഷ്യവും പിണക്കവും ഒക്കെ കാണിക്കൂന്നേ ഉള്ളൂ, ഉള്ളില് അവനൊരു പുവർ മാന. അമ്മേ, മറ്റാരേക്കാളും കൂടുതൽ അതറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ട് തന്നെ ജ്യോതിയും DKയും തമ്മിൽ പിരിയില്ല ജീവിതത്തിൽ ഒരിക്കലും. പോരെ? മോളെ, ഐ എം വെരി ഹാപ്പി. യു കണ്ടിന്യൂ.
ആ, അവരൊക്കെ കിടന്നോ? കിടക്കാൻ തുടങ്ങുന്നു. ഇന്ന് നമ്മളിവിടെ നിൽക്കാന്ന് പറഞ്ഞതേ അവർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. സമയക്കുറവുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വരാത്തത്? ഇടയ്ക്കൊക്കെ ഭാര്യ വീട്ടിലേക്ക് ഒരു സന്ദർശനം നല്ലതാണ് ഹിറ്റ്ലറെ. ആ ഓ അംഗീകരിച്ചു. എന്നിട്ട് വേണം നിനക്ക് എന്നെ പെങ്കോന്നനെന്ന് വിളിക്കാൻ, അല്ലേ? ഷേ, ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുവോ? നാട്ടുകാർ വിളിച്ചോളൂ. എന്താ പറഞ്ഞ? അല്ല, സ്ഥിരമായിട്ട് വന്നാ നാട്ടുകാർ വിളിച്ചോളൂ. ഹരിപ്രിയാണല്ലോ. ഹലോ ഹരിപ്രിയ, എന്താ വിശേഷം? ഏയ്, വിശേഷമൊന്നുമില്ല. നിങ്ങള് രാത്രി വരുമെന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഇല്ല, ഞങ്ങള് രാവിലെ വരുള്ളൂ. ഓക്കെ ഓക്കെ, എന്നാ ശരി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിക്ക്, ഫോൺ വെക്കല്ലേ. എന്താ നിന്റെ സംസാരത്തിലൊരു ടെൻഷൻ പോലെ? ഏയ്, ടെൻഷനോ? എനിക്കോ? ആ, ഏയ് ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അല്ലല്ലോ, ഇതെന്റെ തോന്നലൊന്നും അല്ല. നിനക്ക് എന്തോ ഒരു ടെൻഷനുണ്ട്. പറ, എന്താ പറ്റേ? ഒന്നുമില്ല ജ്യോതി. വൈകുന്നേരം ഒന്ന് തുമ്മിയപ്പോ മൂക്കിന്ന് കുറച്ച് ബ്ലഡ് വന്നായിരുന്നു. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയോ? അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. നമുക്ക് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. എനിക്കിപ്പോ ഒന്നുമില്ല. അന്നേരം തുമ്മിയപ്പോ ഇത്തിരി ബ്ലഡ് പോയെന്നേ ഉള്ളൂ. ആ സമയത്ത് മുറിയിൽ അമ്മയുണ്ടായിരുന്നു. അമ്മ കാണാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എന്നിട്ട് അമ്മ കണ്ടോ? ഇല്ല, കണ്ടില്ല. നീ ഒരു കാര്യം ചെയ്യ, വേഗം റെഡിയാവാ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. അയ്യോ വേണ്ടാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ രാവിലെ തന്നെ വന്നാ മതി. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് രാവിലെ പോയാ മതിയല്ലോ. നീ പറയുന്നത് സത്യം തന്നെയാണല്ലോ അല്ലേ? ആ ജ്യോതി, സത്യം തന്നെയാ. രാവിലെ വന്നാ മതി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളാം. ഓക്കെ, ശരി. എന്താ, എന്തു പറ്റി? ഹരിപ്രിയയുടെ മൂക്കിന്ന് എന്തോ ചെറുതായിട്ട് ബ്ലഡ് വന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞ. എന്നാലും നമുക്ക് ഉടനെ തിരിച്ചു പോയാലോ ഹിറ്റ്ലറെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നത് എന്തിനാ? രാത്രി ഹോസ്പിറ്റലിലും കൊണ്ടുപോകണമായിരുന്നെങ്കിൽ നമ്മളിപ്പോ പോയായിരുന്നു. ഇതിപ്പോ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് നമുക്ക് രാവിലെ പോവാം. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഹിറ്റ്ലറെ. നമുക്ക് പോവാന്നേ. താനൊന്ന് സമാധാനപ്പെട്. രാത്രിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹരിപ്രിയ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ. താൻ ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. നമുക്ക് രാവിലെ തന്നെ പോവാം. ഓക്കെ, താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ജ്യോതി, ജ്യോതി, ജ്യോതി. ജ്യോതി, ജ്യോതി. ഇവളിതെവിടെ പോയി? ജ്യോതി, ജ്യോതി, ജ്യോതി. ഇവളിതെവിടെ പോയി? വണ്ടിയും കാണുന്നില്ലല്ലോ. പോയോ? സുപ്രിയ, സുപ്രിയ, ഒന്ന് എണീക്ക്. ഇടി ആട്ടിമൊക്കണ്ണ, ഒന്ന് എണീക്ക്. എണീറ്റേ, വാ വാ വാ, എണീക്ക് എണീക്ക്. ആ, നല്ല ചൂട് ചായ കുടിച്ചോ. സോറി മോളെ, ഇന്നലെ രാത്രി തിരിച്ചു വരാൻ പറ്റിയില്ല.
രാത്രി തന്നെ തിരിച്ചു വരാന്ന് ഞാൻ ഹിറ്റ്ലറിനോട് പറഞ്ഞതാ. പക്ഷേ ആ ഹിറ്റ്ലർ സമ്മതിച്ചില്ല. അന്നേരം ഭാര്യ വീടിനോട് വല്ലാത്തൊരു സ്നേഹം. പിന്നെ നേരം വെളുത്തു. ഓ, ഞാനും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. നീ എന്ത് മണ്ടത്തിലായി കാണിച്ചേ? നിന്റെ വീട്ടിലേക്കല്ലേ നീ പോയത്? 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാ പോരായിരുന്നോ? ആഹാ, അത് കൊള്ളാലോ. ഞാൻ ഇവിടുന്ന് പോയാലേ നിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? എന്റെ കാര്യത്തിന് എന്താ കുഴപ്പം? എനിക്കിപ്പോ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. എഴുന്നേറ്റ് നടക്കാനും ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വേറെ ആർക്കും അറിയൂല്ലല്ലോ. അതുകൊണ്ട് എന്റെ കാര്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്നിട്ടാണോ ഇന്നലെ രാത്രി മൂക്കിന്ന് ബ്ലഡ് വന്നേ? അതിന്റെ നല്ല ക്ഷീണമുണ്ട്. നമുക്കേ ഇന്ന് തന്നെ ഡോക്ടറെ കാണണം. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എനിക്ക് തോന്നുന്നതേ മൂക്കിനകത്ത് എന്തോ പിമ്പിള് വന്ന് പൊട്ടിയതാ. വേറെ വേദനയൊന്നും എടുക്കുന്നില്ല. അതൊക്കെ ഡോക്ടർ പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചെല പെട്ടെന്ന് റെഡിയാക്കേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ജ്യോതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നുമില്ല. നിനക്കൊന്നുമില്ല, അതെനിക്കും അറിയാം. പക്ഷേ ഒരു സമാധാനത്തിന് നമുക്കൊന്ന് ആശുപത്രി പോയിട്ട് വരാം. നിനക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമിയാണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നിന്റെ ജീവനും ജീവിതവും ഒക്കെ ഇപ്പൊ എന്റെ കയ്യിലാ. നിനക്ക് എന്തെങ്കിലും പറ്റിയാ അതിന് സമാധാനം പറയേണ്ടതേ എന്റെ മനസ്സിനോടാ, എന്റെ മനസാക്ഷിയോടാ. നിനക്ക് ഇങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലാന്ന് എന്റെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തില്ലേ? അയ്യോ, മനസാക്ഷിയോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എന്താടോ, എനിക്കതില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, എന്തെങ്കിലും നോക്കുന്നേ? നിനക്കൊരു കാര്യം അറിയോ? എന്ത് കാര്യം? ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരമായ മുഖം നിന്റേതാ. കൊള്ളാം. ഈ ചപ്പിളി മോന്തയോ? ഇതാണോ നീ ലോകത്ത് കണ്ട ഏറ്റവും സുന്ദരമായ മുഖം? നിനക്ക് വട്ടാ. അല്ലടി, പുറമേയുള്ള സൗന്ദര്യം കൊണ്ടല്ല ഒരാളുടെ മുഖത്ത് നമ്മൾ സൗന്ദര്യം കാണുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാ. എന്റെ കാഴ്ചപ്പാടില് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള മനസ്സ് നിന്റേതാ. ആ മനസ്സിന്റെ ഉടമയുടെ മുഖത്തല്ലാതെ വേറെ ആരുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുക? ആഹാ, എന്ത് നല്ല കവിത. കവിത എഴുതാൻ പോവാ? എടി അടിമക്കണ്ണേ, മര്യാദയ്ക്ക് നിന്നോ. ഇങ്ങനെ പുകഴ്ത്തി എന്നെ അങ്ങ് മുകളിലേക്ക് കയറ്റി വെക്കണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ല. ആ, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ സഹിക്കുന്നെ? എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നെ? ഇപ്പൊ തന്നെ സ്വന്തം വീട്ടിൽ പോയിട്ട് എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞപ്പോ ഓടിക്കതച്ചിങ്ങ് വന്നില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നെ? അയ്യാടാ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ എന്റെ ഭർത്താവ് എന്റെ കൈവിട്ട് പോവാതിരിക്കാനുള്ള പെടാപ്പാടാ ഞാൻ ഈ കാണിച്ചോണ്ടിരിക്കുന്നെ. എന്തിനിപ്പ ചിരിക്കുന്നെ? അപ്പോ എന്നെ പേടിയുണ്ട്. പിന്നെ പേടിക്കാതെ പറ്റുമോ? എന്റെ ഭർത്താവിന്റെ പഴയ ഭാര്യയായി പോയില്ലേ നീ? ഇനി നീ ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ കെട്ടിയോൻ നീ ആരാണെന്ന് അറിയാതെ ഞാൻ നോക്കണ്ടേ? എന്താടി? എന്തൊക്കെ ഭാവങ്ങളാ നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന? സ്നേഹവും കുസൃതിയും ഇത്തിരി കുശുമ്പും അസൂയയും അതിനേക്കാൾ കാരുണ്യവും ഉണ്ട്. പിന്നെ കാരുണ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് അല്ലേ? ഒന്ന് ഓടി അവിടുന്ന്. നീ വേഗം റെഡിയാവുന്നുണ്ടോ? നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഞാനും അപ്പോഴേക്ക് റെഡി ആയിട്ട് വരാം. പിന്നെ പെട്ടെന്ന് വേണം, ഉഴപ്പരുത്. ഉഴപ്പുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ആഹാ, ഇവളുടെ ഒരു കാര്യം. പറയാതെ പോകുന്നതിന് തന്റെ അച്ഛനിനി പിണങ്ങോ? ഏയ് ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ നമ്മൾ പോരില്ലെന്ന് അച്ഛനറിയാലോ. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയണം. ഞാൻ കള്ളം പറയോ? സത്യം മാത്രമേ പറയൂ. ഹരിപ്രിയൻ താനുമായിട്ട് ഒരു ബന്ധവുമില്ല. തന്റെ ജീവിതത്തിൽ ഹരിപ്രിയ ആരുമല്ല. എന്നിട്ടും
അവളുടെ കാര്യത്തിൽ അമിതമായ കരുതൽ താൻ കാണിക്കുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? അതാ എനിക്കറിയേണ്ടത്. ഹിറ്റ്ലറെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതേ ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടാ. ഹരിപ്രിയ എനിക്ക് ആരുമല്ല. പക്ഷേ സുപ്രിയ ഈ വീടിന്റെ മരുമകളായിരുന്നു. അവളുടെ അനിയത്തിയല്ലേ ഹരിപ്രിയ? അവൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാ സുപ്രിയയ്ക്ക് അത് സഹിക്കില്ല. കാരണം DKയുടെ സുരക്ഷിതത്വത്തിന്റെ ഉറപ്പിലാ ഹരിപ്രിയ ഇവിടെ വന്നത്. അതിനൊരു കുറവും വരാൻ പാടില്ല. വിഘ്നേഷ് ഹരിപ്രിയയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് മറക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടിയാ അവളത് ഏറ്റുവാങ്ങിയത്. തിരിച്ചു പോകുന്നത് വരെ ഹരിപ്രിയെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അതുമാത്രമാണോ കാരണം?